മാസ് മാസ്റ്റേഴ്സ് വോയിസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ ട്രിഗണോമെട്രിക് വാല്യൂസ് 5 ആംഗിളിൻ്റേത് വേഗത്തിൽ ഒന്ന് എഴുതാനുള്ള ഒരു വഴിയാണ്. ഇതിൽ സൈൻ വിലകൾ ക്രമമായി ഈ 5 എണ്ണം ക്രമമായി ഒരു പ്രത്യേക ശീലിൽ അതിന്റെ വിലകൾ പറയുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പാട്ട് പോലെ തോന്നും. എന്താണ് ആ പാട്ട്? 0 half 1/√2 3/2 1. അതായത് 0 ഹാഫിനെ 1/2 എന്ന് പറയാതെ ഹാഫ് എന്ന് തന്നെ പറഞ്ഞില്ലെങ്കിൽ ആ ശീലിനൊത്ത് വരാൻ സാധ്യമല്ല. അടുത്തത് 1/√2 3/2 1. 0 half 1/√2 3/2 1. സൈൻ 0 0 ആണ്. സൈൻ 30 ഹാഫ് ആണ്. സൈൻ 45 1/√2 ആണ്. സൈൻ 60 √3/2 ആണ്. സൈൻ 90 1 ആണ്. കോസും സൈനും ഈ വിലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സൈൻ കോസ് എന്നിവ കോസിന്റെ പൂർണ്ണരൂപം കൊസൈൻ എന്നാണ്. അപ്പോൾ ഇവയെ വിലകളാണ്. വിലകൾ എന്ന് പറയും. അതായത് സൈനിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് കൊസൈൻ ആവുന്നത്. അത് ചുരുക്കിയതാണ് കോസ്. അപ്പോ ആദ്യത്തെ വില, അതായത് സൈൻ 0യുടെ വില കോസ് 90ക്കാണ് വരുന്നത്. എന്നാൽ മുന്നോട്ട് നമ്മൾ വായിച്ചിട്ട് പിന്നോട്ട് എഴുതിയാൽ മതിയാവും. റൈറ്റിലെ അറ്റത്ത് നിന്ന് പുറകോട്ട് പിന്നിലേക്ക് എഴുതിയാൽ മതിയാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 0 ഇവിടെ വരും, പിന്നെ ഹാഫ് ഇവിടെ വരും. ഹാഫ് 1/√2 അവിടെ തന്നെ വരുന്നു. ഇവിടെ വെച്ച് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. അതായത് 45 ഡിഗ്രിയുടെ സൈനും കോസും സെയിം ആണ്. 45 കാരണം 45 ഡിഗ്രിയുടെ കോംപ്ലിമെന്ററി ആംഗിൾ 45 ഡിഗ്രി തന്നെ. അതായത് 90 സം വരാനുള്ള അടുത്ത ആംഗിൾ. ഇത് 30യുടേത് 60 ആണ്. കോംപ്ലിമെന്ററി ആംഗിൾ 60യുടേത് 30 ആണ്. അതുകൊണ്ടാണ് ഈ പരസ്പര മാറ്റം വരുന്നത്. അതായത് 0 90ക്ക് ഈക്വൽ ആവുകയും കോസിന്റെ 90ക്ക് ഈക്വൽ ആവുകയും ഹാഫ് 60ക്ക് ഈക്വൽ ആവുകയും 1/√2 45ന് തന്നെ ഈക്വൽ ആവുകയും 30യുടേത് 60യുടെ സൈൻ 60യുടെ വിലയ്ക്ക് ഈക്വൽ ആവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യത്തെ വരി മുന്നോട്ട് എഴുതിയാൽ അടുത്ത വരിയിൽ ഇതേ ക്രമത്തിൽ തന്നെ പിന്നോട്ട് എഴുതിയാൽ മതിയാവും. √3/2 1. ഇപ്പൊ 2 എണ്ണം നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്തത് ടാൻ ആണ്. ടാന് സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ ടാൻ ഓഫ് 0 എന്ന് പറയുന്നത് ഈ സൈൻ 0യെ കോസ് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. 0യെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? എന്തുകൊണ്ടല്ല, 0 ഒഴിച്ചു മറ്റേതുകൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 തന്നെ വരുന്നു. അപ്പോൾ ടാൻ 0 0 ആണ്. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആകയാൽ ന്യൂമറേറ്റർ തന്നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അതുകൊണ്ടത് 1/√3 എന്ന് വരും. 1/√3 ഇതാണ് ടാൻ 30യുടെ വില. ടാൻ 30. അടുത്തത് ടാൻ 45 ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് രണ്ടും സെയിം നമ്പേഴ്സ് ആയതുകൊണ്ട് അതിന്റെ വില 1 ആണ്. ഒരു നമ്പറിനെ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നു. അടുത്തത് √3/2 1/2. ഇവ √3/2നെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. രണ്ടിലും ഡിനോമിനേറ്ററിൽ 2 ഉണ്ടല്ലോ. അപ്പോൾ √3/1 എന്ന് കിട്ടുന്നു. √3/1 √3 തന്നെയാണ്. അപ്പോൾ നമുക്കതിനെ √3 എന്ന് എഴുതാം. അടുത്തത് 1/0 നമുക്ക് ഇറ്റ് ഈസ് നോട്ട് എ റിയൽ നമ്പർ. അപ്പോൾ അത് അങ്ങനൊരു വില ഇല്ല എന്ന് തൽക്കാലം പഠിക്കാം. പിന്നീട് അത് നിങ്ങൾ +1ലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ നമുക്ക് തന്നെയല്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 0യുടെ വിലകളും 90യുടെ വിലകളും അറിയേണ്ടതായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കാം. അടുത്തത് ഇതിൽ തന്നെ 30, 45, 60
എന്നീ ആംഗിളുകളുടെ സൈനും കോസും ടാനും മാത്രമേ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ളൂ. ബാക്കി വിലകളും അവ തമ്മിലുള്ള റിലേഷനും ഒക്കെ നെക്സ്റ്റ് ഇയറിൽ, അതായത് +1 വരുന്നത്. എങ്കിലും അതും കൂടെ ഈ കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊന്നും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തൽക്കാലമില്ല. പിന്നീട് +1 +2 ഒക്കെ ആവുമ്പോൾ എന്തെങ്കിലും മറന്നാൽ നമുക്ക് ഈ വീഡിയോ വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓർത്തു വയ്ക്കുക. ഇനി കൊസീക്ക് എന്ന് പറയുന്നത് സൈനിന്റെ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ എന്നാൽ മലയാളത്തിൽ വിൽക്രമം എന്ന് പറയും. വിൽക്രമം എന്ന് പറഞ്ഞാൽ 0 1/0 ആകുന്നു എന്നർത്ഥം. അത് ഇതേ സ്വഭാവത്തിൽ അങ്ങനൊരു റിയൽ വില ഇല്ല. അടുത്തത് ഹാഫിന്റെ റെസിപ്രോക്കൽ. അപ്പോൾ ഹാഫ് എന്ന് പറയുന്നത് 2/1 എന്ന് വരും. അപ്പൊ 2 ആണത്. അടുത്തത് 1/√2 റെസിപ്രോക്കൽ. അപ്പൊ നേരെ തിരിഞ്ഞു വരുന്നാൽ √2/1 വരും. അത് ശരിക്കും √2 തന്നെയാണ്. അടുത്തത് √3/2 റെസിപ്രോക്കൽ. അത് നേരെ തിരിഞ്ഞു വരും. അപ്പൊ 2/√3. 2/√3. അടുത്തത് 1ന്റെ റെസിപ്രോക്കൽ. 1/1 അത് 1 തന്നെയാണ്. കണ്ടില്ലേ? അപ്പോ ഈ 3 വിലകൾ അറിയാമെങ്കിൽ നമുക്ക് സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക് എന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി. അതായത് 1/sin ആണ് കൊസീക്ക്. അടുത്തത് സീക്ക്. സീക്ക് എന്ന് പറയുന്നത് അതേ കോസിന്റെ റെസിപ്രോക്കലാണ്. കോസ് 1 ആണ് അവിടെ തുടങ്ങുന്നത്. 1ന്റെ അതല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കൊസീക്കും സീക്കും കോഫങ്ഷൻസ് ആണ്. അതായത് ഇതേ സൈനും കോസും തമ്മിലുള്ള അതേ റിലേഷൻ തന്നെയാണ് കൊസീക്കിനും സീക്കിനും ഉള്ളത്. അതുകൊണ്ട് കോസിന്റെ റെസിപ്രോക്കൽ എഴുതി നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? ഇത് നേരത്തെ ചെയ്ത പോലെ അങ്ങോട്ട് വായിച്ചിട്ട് ഇങ്ങോട്ട് എഴുതുക. ഇവിടുത്തെ ഈ ഡാഷാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വില അവിടെ ഇല്ല. അടുത്തത് 2 ആണ്. 2 ഇവിടെ എഴുതാം. അടുത്തത് √2 ആണ്. √2 ഇവിടെ എഴുതാം. അടുത്തത് 2/√3 ആണ്. 2/√3 ഇവിടെ എഴുതാം. അടുത്തത് 1 ആണ്. അതിവിടെ എഴുതാം. ഇനിയും ഇതേപോലെ അങ്ങോട്ട് എഴുതുന്നത് തിരിച്ചിങ്ങോട്ട് എഴുതുന്നത് പോലെ അതിനെ നമ്മൾ പറഞ്ഞല്ലോ കോഫ് ഫംഗ്ഷൻ എന്നാണ്. കോ എന്ന വിലയാണത്. സൈൻ കൊസൈൻ, അതുപോലെ കൊസീക്ക് സീക്ക്. അതുപോലെ തന്നെയാണ് ടാനിന്റെ കോ വിലയാണ് കോട്ട്. ടാന് ടാൻജന്റ് എന്ന വാക്കിൽ നിന്ന്, ടാൻജന്റിന്റെ ചുരുക്കരൂപമാണ് ടാന്. കോട്ട് എന്നത് കോട്ടാൻജന്റിന്റെ ചുരുക്കമാണ്. അപ്പൊ കോട്ട് ഈ ടാനിന്റെ വില മുന്നോട്ട് വായിച്ചിട്ട് പിന്നോട്ട് എഴുതിയാൽ മതിയാവും. അപ്പൊ മുന്നോട്ട് നമ്മൾ വായിക്കുന്നു, പിന്നോട്ട് എഴുതുന്നു 0. അപ്പൊ ഇവിടെ 0 വരുന്നു. അടുത്തത് 1/√3 അതിവിടെ വരുന്നു. കോട്ടും ഇതേപോലെ കോ ഫങ്ഷൻസ് ആണ്. കോ വിലകളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മുന്നോട്ട് വായിച്ച് അവിടുന്ന് ഇങ്ങോട്ട് എഴുതിയാൽ മതി. 0 ഇവിടെ വരുന്നു. അടുത്തത് 1/√3 ഇവിടെ വരുന്നു. 1/√3 ഇവിടെ വരുന്നു. അടുത്ത 1 ഇവിടെ വരുന്നു. 1 ഇവിടെ വരുന്നു. അടുത്തത് പിന്നെ √3 ഇവിടെ വരുന്നു. അടുത്ത വില ഇല്ല, അങ്ങനൊരു വിലയില്ല. അതുകൊണ്ട് അത് ഇല്ല എന്ന് നമുക്ക് there is no such value. അതായത് റിയൽ വിലയില്ല. ഉയർന്ന ക്ലാസ്സിൽ നമുക്ക് അതിന് വില നമ്മളെ ഒരടയാളം ഇടും എന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ തൽക്കാലം ഇത്രയേ ഉള്ളൂ. കണ്ടോ, 30 വിലകളാണ് കുറഞ്ഞ സമയം കൊണ്ട് എഴുതാവുന്നത്. ഇത് പഠിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഒരു പക്ഷേ നമുക്ക് ഇതെല്ലാം ഒന്ന് എഴുതി ഒരു ശീലം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വളരെ കുറഞ്ഞ സമയം, അത് 1-2 മിനിറ്റിനകം ഇതെല്ലാം എഴുതാനുള്ള സമയം മാത്രമേ വേണ്ടൂ. എഴുതാനുള്ള സമയം മാത്രമേ വേണ്ടൂ. അപ്പോ വീഡിയോയിലെ കണ്ടന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, അതിൽ ഉപയോഗിച്ച വഴികളും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുകയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.